കരയിലെ ഏറ്റവും വേഗതയുള്ള ജീവിയാണ് ചീറ്റ. അസാമാന്യമായ വേഗതയിലാണ് ചീറ്റയുടെ കുതിപ്പ്. കരയിലെ മറ്റൊരു ജീവിക്കും ഇത്രയും വേഗതയിലോടുവാൻ സാധിക്കുകയില്ല. മൃഗങ്ങൾക്കിടയിൽ ഒരു ഓട്ടമത്സരം നടത്തിയാൽ ചീറ്റ നിഷ്പ്രയാസം വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. എന്നാൽ ചീറ്റയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കാൻ കഴിയുന്ന മറ്റൊരു ജീവി കൂടി കരയിൽ വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ മൃഗത്തിന് ചീറ്റയെ നിഷ്പ്രയാസം മറികടക്കുവാൻ സാധിച്ചേക്കും. പറഞ്ഞു വരുന്നത് പ്രോങ്ഹോണിനെ കുറിച്ചാണ്. ചീറ്റ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ കരമൃഗമാണ് പ്രോങ്ഹോൺ. തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം. വേഗതയിൽ ഒന്നാമനായ ചീറ്റയെ രണ്ടാമനായ പ്രോങ്ഹോൺ എങ്ങനെ മറികടക്കും? ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ രണ്ട് ജീവികളെയും കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കണം. വേഗതയുടെ അവസാന വാക്കാണ് ചീറ്റ. മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗതയിലോടുവാൻ ചീറ്റകൾക്ക് സാധിക്കും. ചീറ്റയുടെ ആക്സിലറേഷൻ തികച്ചും അതിശയകരമാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കാറുകളെ പോലും അത് പിന്നിലാക്കുന്നു. വെറും 3 സെക്കൻഡ് കൊണ്ട് 0 നിന്ന് 90 km/h വേഗത കൈവരിക്കാൻ ഇവർക്ക് പറ്റും. ചീറ്റയുടെ ശരീരഘടന ശരിക്കും വേഗതയ്ക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണ്. സിംഹവും കടുവയുമൊക്കെ ഉൾപ്പെടുന്ന ഫെലിഡേ എന്ന മാർജാര കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് ചീറ്റകളും. സിംഹത്തെയോ കടുവയെയോ പോലെ ശക്തരല്ല ചീറ്റകൾ. എന്നാൽ വേഗതയുടെ കാര്യത്തിൽ ചീറ്റ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാറാണ്. കാട്ടിൽ അതിജീവിക്കണമെങ്കിൽ ചീറ്റ വേഗതയിൽ ഓടേണ്ടതായി തന്നെ വരും. വടിവൊത്ത വഴക്കമാർന്ന നട്ടെല്ലും നീളമുള്ള കാലുകളും ശക്തമായ പേശികളും മെലിഞ്ഞ ശരീരവുമാണ് ചീറ്റകളെ ഇത്ര വേഗതയിലോടാൻ പ്രാപ്തരാക്കുന്നത്. 1.5 മീറ്റർ വരെ നീളത്തിലും 70 കിലോഗ്രാം വരെ ഭാരത്തിലും ചീറ്റകൾ വളരുന്നു. ചീറ്റയുടെ വേഗതയ്ക്ക് പിന്നിലെ പ്രധാന ഘടകം അതിൻ്റെ നട്ടെല്ലാണ്. നീളമേറിയതും വഴക്കമുള്ളതുമായ ഈ നട്ടെല്ല് കൂടുതൽ അയവുള്ളതാണ്. ഇത് ചീറ്റയെ കൂടുതൽ ഫ്ലെക്സിബിളാക്കി മാറ്റുന്നു. കൂടാതെ ഓരോ ചുവടുവയ്പിലും കൂടുതൽ ദൂരം പിന്നിടുവാൻ ഇത് ചീറ്റയെ സഹായിക്കുന്നു. ഒറ്റ ചുവടിൽ 8 മീറ്ററോളം ദൂരം മറികടക്കുവാൻ ചീറ്റകൾക്ക് സാധിക്കും. ഭാരം കുറഞ്ഞ മെലിഞ്ഞ ശരീരമാണ് ചീറ്റകളുടേത്. ഇത് വായു പ്രതിരോധം കുറയ്ക്കുന്നു. മാർജാര വംശത്തിലെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി പിൻവലിക്കാൻ കഴിയാത്ത നഖങ്ങളാണ് ചീറ്റകൾക്കുള്ളത്. വേഗതയിലോടുമ്പോൾ ഗ്രിപ്പ് നിലനിർത്തുവാൻ ഈ നഖങ്ങൾ സഹായിക്കുന്നു. ചീറ്റയുടെ കാൽപാദങ്ങൾ കട്ടിയുള്ളതും പരന്നതുമാണ്. ഇത് എളുപ്പത്തിലുള്ള ചുവടുവയ്പ്പുകൾക്ക് അവയെ സഹായിക്കുന്നു. നീളമുള്ളതും മെലിഞ്ഞതുമായ കാലുകൾ ശക്തമായ പേശികളാൽ നിർമ്മിതമാണ്. വേഗതയിലുള്ള കുതിപ്പിന് ഇത് കരുത്ത് പകരുന്നു. 2.5 അടിയിലധികം നീളമുള്ള ഇവരുടെ വാൽ ഒരു ചുക്കാൻ പോലെ പ്രവർത്തിക്കുന്നു. വേഗതയിൽ ഓടുമ്പോഴും പെട്ടെന്ന് തിരിയേണ്ടി വരുമ്പോഴും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ വാൽ സഹായകരമാണ്. ചീറ്റയുടെ തലയോട്ടി വളരെ ചെറുതും ഭാരം കുറഞ്ഞതുമാണ്. എന്നാൽ അവരുടെ നാസികാദ്വാരം വളരെ വലുതാണ്. ഓട്ടത്തിനിടയിൽ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കുവാൻ ഇതിലൂടെ കഴിയും. വലിയ ഹൃദയവും ശ്വാസകോശവുമുള്ളവരാണ് ചീറ്റകൾ. ഇതും അവരുടെ വേഗതയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഗർജിക്കാൻ കഴിയാത്തവരാണ് ചീറ്റകൾ. പൂച്ചകളുടേതിനും പക്ഷികളുടേതിനും സമാനമായ ശബ്ദമാണിവരുടേത്. പുൽമേടുകളിലും കുറ്റിക്കാടുകളിലുമാണ് ചീറ്റകൾ അധിവസിക്കുന്നത്. മികച്ച കാഴ്ചശക്തിയുള്ള ജീവികളാണ് ചീറ്റകൾ. അവർ പകൽ സമയങ്ങളിൽ വേട്ടയാടുന്നു. ചീറ്റകളുടെ കണ്ണുകളുടെ താഴെയുള്ള ഇരുണ്ട കണ്ണുനീരടയാളങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള തിളക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. ചീറ്റകൾ പുൽമേടുകളിൽ മറഞ്ഞിരിക്കുന്നു. വേട്ടയാടുന്നതിന് മുൻപ് ഇരയുടെ കൂടുതൽ സമീപത്തേക്കെത്തുന്ന ചീറ്റ ഇരയുടെ നേരെ വേഗതയിൽ ഓടിയെടുക്കുകയും അതിനെ ഓടിച്ച് കഴുത്തിൽ കടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. മാനുകൾ, ഇംപാലകൾ, സ്പ്രിംഗ് ബോക്ക് തുടങ്ങിയ ഇടത്തരം വലിപ്പമുള്ള ജീവികളെയാണ് ഇവർ വേട്ടയാടുന്നത്. ആഫ്രിക്കൻ, ഏഷ്യൻ എന്നിങ്ങനെ 2 തരം ചീറ്റകളുണ്ട്. ഏഷ്യൻ ചീറ്റകളെക്കാൾ അല്പം കൂടി വലിപ്പമുള്ളവരാണ് ആഫ്രിക്കൻ ചീറ്റകൾ. ചീറ്റകളിൽ പകുതിയും ദക്ഷിണാഫ്രിക്കയിലും നമീബിയയിലുമാണ് കാണപ്പെടുന്നത്. ലോകത്തുള്ള ചീറ്റകളിൽ 1/3 നമീബിയ എന്ന കുഞ്ഞൻ രാജ്യത്തിലാണുള്ളത്. ചീറ്റകൾ കടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്, പ്രത്യേകിച്ച് ഏഷ്യൻ ചീറ്റകൾ.
ഏഷ്യൻ ചീറ്റകൾ ഇറാനിൽ മാത്രമാണുള്ളത്. അവ മധ്യ ഇറാനിലായി ചുരുങ്ങിയിരിക്കുന്നു. ഇന്ന് 20-ൽ താഴെ ഏഷ്യൻ ചീറ്റകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വേട്ടയാടലും ആവാസ വ്യവസ്ഥയുടെ നഷ്ടവുമാണ് കരയിലെ ഏറ്റവും വേഗതയേറിയ സസ്തനികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യൻ കാടുകളിൽ ധാരാളം ചീറ്റകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും ചേർന്ന് അവയെ കൊന്നൊടുക്കി. 1947-ൽ ഇന്ത്യയിലെ അവസാന ചീറ്റയും കൊല്ലപ്പെട്ടതോടെ ഇന്ത്യയിലെ ചീറ്റ വംശത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു. ചീറ്റകൾക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വേഗതയേറിയ കരമൃഗമാണ് പ്രോങ്ഹോൺ. കൂടാതെ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വേഗതയേറിയ കരസസ്തനി കൂടിയാണവർ. പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സും മെക്സിക്കോയുമാണ് പ്രോങ്ഹോണുകളുടെ ആവാസ ഇടം. കുളമ്പുള്ള സസ്തനികളാണ് പ്രോങ്ഹോണുകൾ. ആൻറ്റിലോകാപ്ര അമേരിക്കാന എന്ന ശാസ്ത്രീയ നാമത്തിലാണ് പ്രോങ്ഹോണുകൾ അറിയപ്പെടുന്നത്. ആൻറ്റിലോകാപ്ര എന്ന വാക്കിൻ്റെ ആദ്യ ഭാഗമായ ആൻറ്റിലോ എന്നാൽ ആൻറ്റലോപ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. രണ്ടാം ഭാഗമായ കാപ്ര എന്നാൽ ആട് എന്നാണ് അർത്ഥം. പ്രോങ്ഹോണുകൾ ആൻറ്റലോപ്പിൻ്റെയോ ആടിൻ്റെയോ കുടുംബത്തിൽ ഉൾപ്പെടുന്നവരല്ല. അവർ ആൻറ്റിലോകാപ്രിഡേ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന സസ്തനികളാണ്. ആൻറ്റിലോകാപ്രിഡേ കുടുംബത്തിൽ കൊമ്പുകളുള്ള വൈവിധ്യമാർന്ന അനേകം സസ്തനികൾ ജീവിച്ചിരുന്നു. എന്നാൽ അവയെല്ലാം വംശനാശത്തിന് വിധേയമായി. ഇന്ന് ആൻറ്റിലോകാപ്രിഡേ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഏക അംഗമാണ് പ്രോങ്ഹോൺ. മണിക്കൂറിൽ 98 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടുവാൻ പ്രോങ്ഹോണിന് സാധിക്കും. ചീറ്റയും പ്രോങ്ഹോണും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു വനവും ലോകത്തില്ല. ചീറ്റകൾ ആഫ്രിക്കയിലും ഏഷ്യയിലുമായി അധിവസിക്കുന്നു. പ്രോങ്ഹോണുകളുടെ ആവാസ ഇടം വടക്കേ അമേരിക്കയാണ്. അതായത് കാട്ടിൽ ഇവർ തമ്മിലുള്ള ഒരു ഓട്ടമത്സരത്തിന് സാധ്യതയില്ലെന്നർത്ഥം. വടക്കേ അമേരിക്കയിൽ നിലവിലുള്ള ഒരു ജീവിക്കും ആരോഗ്യമുള്ള മുതിർന്ന പ്രോങ്ഹോണിനെ മറികടക്കുവാൻ കഴിയില്ല. പ്രോങ്ഹോൺ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും വേഗതയേറിയ മൃഗമാണ്. കയോട്ടികളാണ് പ്രോങ്ഹോണിൻ്റെ പ്രധാന വേട്ടക്കാർ. എന്നാൽ പ്രായപൂർത്തിയായ ഒരു പ്രോങ്ഹോണിനെ പിടികൂടുവാൻ കയോട്ടികൾക്കും സാധിക്കുകയില്ല. പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ വടക്കേ അമേരിക്കൻ പുൽമേടുകളിൽ ചീറ്റയുമായി സാമ്യമുള്ള മൃഗങ്ങൾ വസിച്ചിരുന്നതായി ഫോസിലുകൾ സൂചിപ്പിക്കുന്നു. ഈ ജീവികൾ ആധുനിക ചീറ്റകളെപ്പോലെ വേഗതയുള്ളവരായിരുന്നു. കൂടാതെ മറ്റനേകം വലിയ മാംസഭോജികളും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. സ്വാഭാവികമായും ഈ മൃഗങ്ങൾ പ്രോങ്ഹോണുകളെ വേട്ടയാടുവാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അതിജീവിക്കണമെങ്കിൽ പ്രോങ്ഹോണുകൾക്ക് ഈ ജീവികളെ മറികടക്കേണ്ടതായി വന്നു. ഇത് പ്രോങ്ഹോണുകളെ അവിശ്വസനീയമായ വേഗതയുള്ള ജീവികളാക്കി മാറ്റി. പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലെ വേട്ടക്കാരായ ജീവികൾക്ക് പിന്നീട് വംശനാശം സംഭവിച്ചു. എന്നാൽ പ്രോങ്ഹോണുകൾ ഇന്നും അതേ വേഗതയോടെ ഭൂമിയിൽ നിലനിൽക്കുന്നു. 1.5 മീറ്റർ വരെ നീളത്തിലും 65 കിലോഗ്രാം വരെ ഭാരത്തിലും പ്രോങ്ഹോണുകൾ വളരുന്നു. പ്രോങ്ഹോണുകളുടെ കാലുകൾ മെലിഞ്ഞതും നീളമുള്ളതുമാണ്. അത് വേഗതയിലുള്ള കുതിപ്പിന് കരുത്ത് പകരുന്നു. പ്രോങ്ഹോണിന് വലിയ ശ്വാസകോശവും ഹൃദയവുമുണ്ട്. അത് അവരുടെ വേഗതയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പരമാവധി ഓക്സിജൻ വലിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രോങ്ഹോണുകൾ വായ തുറന്നോടുന്നു. പ്രോങ്ഹോണിന് ചീറ്റയേക്കാൾ സ്റ്റാമിനയുണ്ട്. ദീർഘദൂരം ഉയർന്ന വേഗത നിലനിർത്തി തളരാതെ ഓടുവാൻ പ്രോങ്ഹോണിന് സാധിക്കും. പ്രോങ്ഹോണിന് വലിയ കണ്ണുകളുണ്ട്. മികച്ച കാഴ്ചയുള്ള ഈ കണ്ണുകൾ ഉപയോഗിച്ച് 6 കിലോമീറ്റർ അകലെ വരെയുള്ള ശത്രുക്കളെ പോലും കൃത്യമായി മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കും. കൊമ്പുകളുള്ള മൃഗങ്ങളാണ് പ്രോങ്ഹോണുകൾ. ആണിനും പെണ്ണിനും കൊമ്പുകളുണ്ട്. പെൺ പ്രോങ്ഹോണിനേക്കാൾ നീളമുള്ള കൊമ്പുകളാണ് ആൺ പ്രോങ്ഹോണിൻ്റേത്. മാനുകളെപ്പോലെ പ്രോങ്ഹോണിൻ്റെ കൊമ്പുകളും വർഷം തോറും പൊഴിയുകയും പിന്നീട് വളരുകയും ചെയ്യുന്നു. മികച്ച വേഗതയിൽ ഓടുവാൻ സാധിക്കുമെങ്കിലും പ്രോങ്ഹോണുകൾ നല്ല ചാട്ടക്കാരല്ല. അതുകൊണ്ട് തന്നെ മുള്ളുവേലികൾക്കിടയിൽ ഇവർ പലപ്പോഴും കുടുങ്ങാറുണ്ട്. കൂട്ടമായി ജീവിക്കുന്നവരാണ് പ്രോങ്ഹോണുകൾ. ഒരു കൂട്ടത്തിൽ 35 തൊട്ട് 1000 അംഗങ്ങൾ വരെ ഉണ്ടാകും. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവർ ദീർഘദൂരം സഞ്ചരിക്കുന്നു. 8 മാസമാണ് പ്രോങ്ഹോണിൻ്റെ ഗർഭകാലം. ഒരു പ്രസവത്തിൽ 1-2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. പ്രസവിച്ച് 30 മിനിറ്റ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ കഴിയും.
4 ദിവസം കഴിയുന്നതോടെ അവയ്ക്ക് മനുഷ്യരെക്കാൾ വേഗതയിൽ ഓടുവാൻ സാധിക്കും. ഒരാഴ്ച കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾക്ക് കുതിരകളെക്കാൾ വേഗതയിൽ ഓടുവാൻ കഴിയും. പ്രോങ്ഹോണുകൾ സസ്യാഹാരികളാണ്. പലതരം പുല്ലുകളും ചെറു സസ്യങ്ങളുമാണ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത്. ഭക്ഷണത്തിൽ നിന്ന് തന്നെ പ്രോങ്ഹോണിന് ആവശ്യമായ ജലം ലഭിക്കുന്നു. അതിനാൽ ആഴ്ചകളോളം വെള്ളം കുടിക്കാതെ ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കും. ചീറ്റകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 120 കിലോമീറ്ററാണ്. എന്നാൽ ചീറ്റകൾക്ക് 30 സെക്കൻഡ് വരെയുള്ള ചെറിയ സ്പ്രിൻറ്റുകളിൽ മാത്രമേ ഉയർന്ന വേഗത നിലനിർത്തുവാനാകൂ. അതായത് ആദ്യത്തെ 30 സെക്കൻഡിനുള്ളിൽ ചീറ്റ തൻ്റെ ഇരയെ പിടികൂടണം. പിന്നീടുള്ള ഓരോ സെക്കൻഡും ഇരയെ പിടികൂടാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ചീറ്റകൾക്ക് ഉയർന്ന വേഗതയിൽ ദീർഘദൂരം ഓടുവാൻ സാധിക്കില്ല. എന്നാൽ പ്രോങ്ഹോണുകൾക്ക് ഉയർന്ന വേഗതയിൽ നിർത്താതെ ഓടി 30 കിലോമീറ്ററിലേറെ ദൂരം പിന്നിടുവാൻ സാധിക്കും. സ്പ്രിൻറ്റിൽ ചീറ്റയാണ് വിജയിക്കുന്നതെങ്കിൽ ഒരു മാരത്തൺ ഓട്ടത്തിൽ ചീറ്റയെ തോൽപ്പിക്കുവാൻ പ്രോങ്ഹോണിന് സാധിക്കും. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക.